Today, I am very proud. My Honorable Prime Minister is here for this great event. This is a historic event of this country. This is not the historic event of Mysore. This is the historic event of the youth movement of this country. I remember the saying of Swami Vivekananda. He said, "Be bold-hearted when you are defeated. Be large-hearted when you are victorious." Today, my Prime Minister is here. I am requesting him on behalf of the government of Karnataka and all of you, you should be very bold-hearted to help us, help Karnataka, save Karnataka, because the entire world is looking at India and Karnataka through Karnataka and Bangalore. So I request you. നാം ഇത് എന്തുവാ ഈ കാണുന്നത്? നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ അല്ലേ, അതും കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി എത്രത്തോളം വാനോളം പുകഴ്ത്തുന്നു എന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ കോൺഗ്രസ്സുകാരൻ തന്നെയാണോ അതോ ഇനി BJP കാരനാണോ എന്ന് അന്തപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. കാരണം ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദി കർണാടകയിൽ ചെന്നപ്പോഴത്തേക്കും ഉണ്ടായ ഒരു കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. ആ പൊതുവേദിയിൽ വെച്ച് അത്രയും ജനക്കൂട്ടത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന DK ശിവകുമാറിനെയാണ് അവിടെ കണ്ടതെന്ന് പറയുന്നത്. ഇതെങ്ങാനും നമ്മുടെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സുകാരോ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിക്കണേ. അവർ നെഞ്ചത്തടിച്ച് കരയോടെ ഈ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് DK ശിവകുമാർ ഇങ്ങനെയൊക്കെ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ്, നിങ്ങളത് മനസ്സിലാക്കൂ. എന്തിനാണ് നരേന്ദ്രമോദി ഇങ്ങനെ വാനോളം നിങ്ങൾ പുകഴ്ത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താ പറയാല്ലേ ശരിക്കും പറഞ്ഞാൽ. കർണാടകയെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദിയോട് DK ശിവകുമാറിന്റെ ആ ഒരു വാക്കുകളുണ്ടല്ലോ, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം രാഷ്ട്രീയമേതുമാകട്ടെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള DK ശിവകുമാറിന്റെ ആ വാക്കുകൾ നരേന്ദ്രമോദിയെ ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഏത് വിധേനയും എന്താ പറയുക കുറ്റം പറയാൻ നടക്കുന്ന കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, അവരൊക്കെ തന്നെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്താ അവസ്ഥ ശരിക്കും പറയാം. കണ്ടു പഠിക്കുക, DK ശിവകുമാറിനെ കണ്ടു പഠിക്കുക ശരിക്കും പറയാം. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും DK ശിവകുമാർ ഇനിയിപ്പോൾ എന്താ പറയുക സംഘക്കൂട്ടത്തിലേക്ക് BJP-യിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം, ഇത് വൈറലാണ് ഈ വീഡിയോ, ഇത് പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ തന്നെ പലരും ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. DK ശിവകുമാർ BJP-യിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകണം, അതിനുള്ള തയ്യാറെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം കിടന്ന് കരഞ്ഞ് വിളിക്കുന്നുണ്ട് കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറേ പേര്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ എങ്ങനെ സഹിക്കും ശരിക്കും പറഞ്ഞാൽ. അമ്മാതിരിയല്ലേ പുകഴ്ത്തൊക്കെ അങ്ങ് പുകഴ്ത്തിയതെന്ന് പറയുന്നത് നമ്മുടെ DK ശിവകുമാർ, അതും കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്, അത് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ തൊട്ടരികിൽ ഇരുത്തിക്കൊണ്ട്. അത് മാത്രമല്ല, ഇന്നലെ കർണാടകയിൽ കാഴ്ച കാണുന്നത് നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്കും കിട്ടിയ ഒരു സ്വീകരണം ഏത് ലെവലാണ് എന്നുള്ളത്. കുറേ എണ്ണം കുരുപൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഈ സമരത്തിനൊക്കെ ശേഷം നരേന്ദ്രമോദിയുടെ ഗ്രാമപങ്ക് താന്ന് ഇതാണ് നരേന്ദ്രമോദിക്ക് ഇപ്പം എന്താ പറയുക ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല, ചക്കയാണ് ചുണ്ണാമ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ കാഴ്ചകൾ കാണുമോ നരേന്ദ്രമോദിയുടെ ആ ഒരു ക്രൗഡ് രീതി എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി വന്നു കഴിയുമ്പോഴത്തേക്കുമുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ആ ഒരു ക്രൗഡ് കൂടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇങ്ങനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ശരിക്കും ഇന്ത്യയിൽ ഈ ഒരു തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രി, അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടേ അത് സാധിക്കത്തുള്ളൂ ശരിക്കും പറയാം. അമ്മാതിരി, അതും കർണാടക പോലുള്ള സ്ഥലത്ത്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നരേന്ദ്രമോദിക്ക് ഇത്രയധികം ആ ഒരു ക്രൗഡ് ആ ഒരു തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കർണാടക മാത്രമല്ല, ആന്ധ്രാപ്രദേശിൽ നരേന്ദ്രമോദി പോയപ്പോഴത്തേക്കും ഉണ്ടായ ആ ഒരു ക്രൗഡ് അതും വേറെ ലെവലായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ കാര്യം. അതൊന്നുമില്ലെങ്കിലും NDA-യുടെ ഭരണമുള്ള ഒരു സ്ഥലമെന്നെങ്കിലും പറയാം. പക്ഷേ ഇവിടെ കർണാടകത്തിൽ ആൾക്കാരുടെ ആ ഒരു സ്വീകാര്യത മാത്രമല്ല, മുഖ്യമന്ത്രി പോലും, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോലും നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ ആ ഒരു വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ തലക്കെട്ട് കൊണ്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറയണം. എന്തായാലും ഇതെല്ലാം കാണാനായിട്ട് കോൺഗ്രസ് ഇനിയും പ്രതിപക്ഷത്ത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ DK ശിവകുമാർ ഇനിയിപ്പോൾ സംഖ്യയാവും, ഇനിയിപ്പോൾ BJP-യിലേക്ക് ചാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇപ്പോൾ തന്നെ കുരുപൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും അങ്ങനെയുള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്കിതിൽ കേൾക്കുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ കുരുപൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും രാഹുൽ ഗാന്ധി കുറ്റം പറയുമ്പോഴും സ്വന്തം പാർട്ടിയിലുള്ള, അതും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു രീതി പറയുന്നതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഒന്ന് കേൾക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.